6000 കോടി നീക്കിയിരിപ്പുമായാണ് സർക്കാർ ഇറങ്ങിപ്പോയത് എന്ന് പച്ചക്കള്ളം പൊളിക്കുകയായിരുന്നു അടുത്ത ദൗത്യം. അത് നുണയല്ല എന്ന് പറയാൻ പിണറായി വിജയനോ ബാലഗോപാലനോ പ്രതിപക്ഷത്തിനോ കഴിയാത്ത വിധത്തിൽ ഏത് സാധാരണക്കാരനും പിടികിട്ടുന്ന തരത്തിൽ പിണറായി കെടുകാര്യസ്ഥതയുടെ മുഖം മൂടി വലിച്ചു കീറി വി ഡി സതീശൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിരുന്നു. സാർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻറ്റിൻ്റെ പൈസ വന്നു, ലാസ്റ്റ് ആയപ്പോഴേക്കും വേറെ ചില കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് വന്നു. സാർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നത്? അതിന് ശേഷമാണ് 18-ആണ്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പോൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലൊരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വയ്ക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല, 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരൻ്റെ കാശ് കൊടുക്കുന്നില്ല, മനസ്സിലായ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എൻ്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്